താമരശ്ശേരി ചുരം 9-ാം വളവിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സംരക്ഷണ ഭിത്തി തകർത്തു. തലനാരിടയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടത്തിൽപ്പെട്ട ഡ്രൈവറെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ചേതൻ സാജൻ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ചേതൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സിനിമാ സമാനമായി തോന്നുന്നു. അത്ര ഏറെ തലനാരിടയ്ക്കാണ് ആ ഡ്രൈവർ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ലോറി വീഴാതിരിക്കുന്നത്. തൂങ്ങിക്കിടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ അജിംഷാദ്, വളരെ ആശ്വാസകരമായ ഒപ്പം തന്നെ വളരെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടിയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സുരക്ഷാ ഭിത്തി തകർക്കുന്നത്. ഈ ലോറി, കണ്ടെയ്നർ ലോറി ഈ കൊക്കയിലേക്ക് വീഴാനായ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ അപകടം നടന്ന ഉടനെ തന്നെ സമീപത്തുള്ള താമരശ്ശേരിയിലുള്ള ഫയർഫോഴ്സ്, അഗ്നിരക്ഷാ സേനയും പോലീസും ഒക്കെ പാഞ്ഞെത്തുകയും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയായിരുന്നു. ഈ കണ്ടെയ്നർ ലോറിയിൽ മുഴുവൻ ലോഡ് കൂടുതലായിരുന്നു. ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കൊക്കയിലേക്ക് വീഴാത്തത്. ഈ അപകടം നടക്കുമ്പോൾ കണ്ടെയ്നർ ലോറിയിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരെയും ഈ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് ഒരു പരിക്കൊന്നും പറ്റിയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. ഈ പാഴ്സൽ സാധനങ്ങൾ കയറ്റി വന്ന കണ്ടെയ്നർ ലോറിയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടത്. ഏതായാലും ഇതുവഴിയുള്ള ഈ താമരശ്ശേരി ചുരത്തിലും അതുപോലെ തന്നെ അടിവാരത്തും ലക്കിടിയിലും നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. ഈ 9-ാം വളവ് അപകടം നടന്ന ഭാഗത്ത് ഒരു വരിയായി മാത്രമേ ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളൂ. അതുപോലെ തന്നെ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ തൽക്കാലത്തേക്ക് ചുരം വഴി കടത്തി വിടുന്നില്ല. ഈ അടിവാരത്ത് ഇത്തരം വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുകയാണ്. ഏതായാലും ഈ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സിനിമയിലൊക്കെ ഓർപ്പിക്കുന്ന രീതിയിൽ അത്തരത്തിലൊരു വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ കാര്യമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരം തന്നെയാണ് അജിംഷാദ്. തീർച്ചയായും ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ പരീക്ഷിക്കാനായി മധ്യഭാഗത്ത്, വടിയുടെ മധ്യഭാഗത്ത് നാം വിരലിൽ അമർത്തി നിർത്തുന്നത് പോലെയാണ് ആ ലോറി ലോഡുമായി അതിൽ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലേ? ഈ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ കയറൊക്കെ ഉപയോഗിച്ച് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയോ? അത് വളരെ പണിപ്പെട്ടാണല്ലോ. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. അത് പൂർണ്ണമല്ല. അതെ അജിംഷാ, 2 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവറും ഡ്രൈവറുടെ സഹായിയും. ഈ 2 പേരെയും നിലവിൽ രക്ഷിച്ചിട്ടുണ്ട്. അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ലോറിയിൽ ലോഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അവിടെ ആ കൊക്കയിലേക്ക് പതിക്കാതെ അവിടെ നിന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. അത് ഏറ്റവും ആശ്വാസകരമാണ്. ഈ അഗ്നിരക്ഷാ ഫയർഫോഴ്സിന്റെ ഏറ്റവും വലിയ സംയോജിതമായ ഇടപെടലിലൂടെയാണ് ഇവരെ രക്ഷിച്ചത് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ വഴിയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ കണ്ടെയ്നർ ലോറിയെ ഈ ചുരത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയാണ് ഈ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നത്. അജിംഷാ, ഈ ലോറി ഏതെങ്കിലും ഘട്ടത്തിൽ മുമ്പോട്ടേ കാഞ്ഞ് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കയർ കൊണ്ട് ബന്ധിതമാക്കിയിരിക്കാം. പിൻഭാഗത്ത് കയറൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ലോറി കൊക്കയിലേക്ക് പതിക്കുന്ന മുമ്പ് തന്നെ അതിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. അത് നമ്മളെ ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. നിലവിൽ ഈ രണ്ടുപേരെയും കരക്കെത്തിച്ചു, അല്ല മീൻസ് ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരെയും കരക്കെത്തിച്ചു. അവർക്ക് സാരമായ പരിക്കുകളൊന്നുമില്ല. പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലോറിയിൽ ലോഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കൊക്കയിലേക്ക് പതിക്കാതെ അവിടെ തൂങ്ങി നിൽക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഏതായാലും സംയോജിതമായ ഇടപെടലിലൂടെയാണ് ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ താമരശ്ശേരി പോലീസും 2 പേരും ചേർന്ന് നടത്തിയ കൈമയും മറന്ന് നടത്തിയ സംയോജിതമായ ഇടപെടലിലൂടെയാണ് ഈ 2 പേരെയും രക്ഷിച്ചത്. ഏതായാലും ഈ പരിസരത്ത് നിന്ന് ഈ ലോറി എവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടിയിലേക്കാണ് ഇവർ കടക്കുന്നത്. അജിംഷാ, തീർച്ചയായും ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം ഒരു 3 വർഷം കൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമം തുരങ്കപാതയിലൂടെ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതിൻ്റെ തറക്കല്ലിടുന്ന ദിവസമാണിന്ന്. തീർച്ചയായും അതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വയനാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ് ഈ ചുരത്തിലുണ്ടാകുന്ന ഇത്തരം അപകടങ്ങളും അതുപോലെ തന്നെ ഇതേ തുടർന്നുണ്ടായ കനത്ത ട്രാഫിക്കും. ഏതായാലും ഈ നേരത്തെ അജിംഷാ സൂചിപ്പിച്ചുള്ള 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. 4 മണിക്ക് ഈ ആനക്കാമ്പ്. ചേതൻ സാജൻ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളാണ് നൽകിയത്.